നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ IRB ഇതിനൊക്കെ അപേക്ഷ സമർപ്പിച്ച കുട്ടികളുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കേരള PSCന്റെ പരീക്ഷയാണ്. ഈ മാസം 26-ാം തീയതി അടുപ്പിച്ചിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, PSCന്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ ID പാസ്വേഡ് ഒക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് നിങ്ങളുടെ OTP വെരിഫിക്കേഷൻ നടത്തേണ്ടി വരും. നിങ്ങളുടെ ഫോണിലേക്ക് OTP വരും, അത് എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അത് ലോഗിൻ ചെയ്ത് എല്ലാം സബ്മിറ്റ് ചെയ്ത് കൃത്യമായി കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. നിങ്ങളുടെ പ്രൊഫൈൽ എത്തിച്ചേരും. അവിടെ അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഒരു സുഹൃത്തിൻ്റെ ഞാനൊരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്ന് കാണിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി, അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വന്നത് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 3 പോസ്റ്റുകൾ ഈ സുഹൃത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുമിച്ചിട്ടാണ് പരീക്ഷ കേട്ടോ. IRB കോൺസ്റ്റബിൾ എല്ലാം ഒരുമിച്ചിട്ടാണ് പരീക്ഷ. പലർക്കും ആ സംശയം ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ PDF-ൻ്റെ ഒരു ഓപ്ഷൻ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡൗൺ വരെ വരുന്ന കാണാൻ സാധിക്കും. പിന്നെ ഈ സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് താഴെ കാണുമ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡൗൺലോഡ് അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. സോ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും എപ്പോഴാണ് എക്സാം നടക്കുന്നത് എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഇവിടെ 27-ാം തീയതിയാണ് ഈ പരീക്ഷകളെല്ലാം നടക്കുന്നത്. ഒറ്റ ദിവസത്തെ പരീക്ഷയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്, അതിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഇന്ത്യ റെഗുലർ ബറ്റാലിയൻ ഒന്ന് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു എന്ന് ശ്രദ്ധിച്ചിരിക്കുക. NC ആണ്, ഒന്ന് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ മറ്റൊന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്, എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് നമ്മുടെ CPO ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പരീക്ഷ ഒറ്റ ദിവസമാണ് നടക്കുന്നത്. ഒറ്റ പരീക്ഷയാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഇത് എഴുതിയാൽ ഇത് എഴുതാൻ പറ്റുമോ, ഇത് എഴുതി ഇതിന് പോകാൻ പറ്റില്ലല്ലോ, പലരും പല കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. മനസ്സിലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ചിലവർക്ക് ഇതിൻ്റെ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടി പറയുന്നത്. നിങ്ങൾ ഒറ്റ പരീക്ഷ എഴുതിയാൽ മതിയാവുന്നതാണ്. ഒരു പ്രിലിമിനറി പോലെയാണ്. എന്ന് കരുതി സെക്കൻഡ് സ്റ്റേജ് മറ്റൊന്നും ഉണ്ടെന്നല്ല. ഇപ്പം ഇങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഈ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതായിരിക്കും. ഓരോ പോസ്റ്റിനും ഡിഫറെൻറ്റ് കട്ട് ഓഫ് വരാനുമാണ് സാധ്യത. ഒറ്റ കട്ട് ഓഫ് ആയിരിക്കില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത്. 3 പരീക്ഷ ഒരുമിച്ചിട്ടാണ് ഇത്തവണ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പോലീസ് കോൺസ്റ്റബിളിൻ്റെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. പിന്നെ നമ്മൾ 1000 GK ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണ് വാങ്ങി പഠിക്കാം. നിങ്ങൾ PSC എഴുതുന്ന മലയാളത്തിലായിരിക്കും, പക്ഷേ ഇംഗ്ലീഷിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി പഠിക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ 1000 GK ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റാണിത്. ഇന്ത്യൻ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതുപോലെ ബയോളജി ആൻഡ് എൻവിറോൺമെന്റ്, അതുപോലെ ആർട്ട്, കൾച്ചർ ആൻഡ് അവാർഡ്സ്, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ഗവൺമെന്റ് സ്കീം ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ, അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും, പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ ഏകദേശം 1000 ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. GK എന്ന് ഹൈ ചാൻസ്, SSC പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ചാൻസുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 10 ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ 100 ചോദ്യം വെച്ച് പഠിക്കാം. ഒരു ദിവസം 100 പഠിക്കുന്നു, രണ്ടാമത്തെ ദിവസം 100 പഠിക്കുന്നു, മൂന്നാമത്തെ ദിവസം 100 പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 1000 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും. സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ആർമിയുടെ PDF നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ്. എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാങ്ങാനുള്ള ലിങ്ക്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും. അവിടുന്ന് ഇതിൻ്റെ പേയ്മെൻ്റ് ഉണ്ട്, 99 രൂപയാണ്. അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു PDF ലഭിക്കുന്നതായിരിക്കും. സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.